ഇന്ന് നടന്ന എക്സാമിന്റെ ആൻസർ കീ ആണ് പറയാൻ പോകുന്നത്. കാറ്റഗറി 1 സെറ്റ് എ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീ ബുദ്ധൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അഹിംസയുടെ പ്രതിരൂപമായിട്ടാണ്. ആൽപോർട്ടിന്റെ സിദ്ധാന്ത പ്രകാരം ഈ സവിശേഷതയെ വിശേഷിപ്പിക്കാവുന്നതെന്ത്? ആൽപോർട്ടിന്റെ തിയറി അനുസരിച്ച് ശ്രീ ബുദ്ധന്റെ ഈ ഒരു സവിശേഷതയെ, അഹിംസയുടെ പ്രതിരൂപമാണ് എന്നുള്ള ഈ ഒരു സവിശേഷതയെ ഏതൊരു ട്രൈറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏതൊരു സവിശേഷകം വെച്ചിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മുഖ്യ സവിശേഷകം അല്ലെങ്കിൽ കാർഡിനൽ ട്രൈറ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബഹുമുഖ ബുദ്ധിയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഹവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ പെടാത്ത കമ്പോണന്റ് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹവാർഡ് ഗാർഡനർ 8 ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പെടാത്ത കമ്പോണന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിന്റെ ഓപ്ഷൻ ഡി ആണ്, സർഗപര ബുദ്ധി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇന്റലിജൻസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സമൂർത്ത ചിന്തനഘട്ടം എന്നത് ഏത് വയസ്സ് മുതൽ നിന്നാണ്? സമൂർത്ത ചിന്തനഘട്ടം എന്നത് ഏത് പ്രായപരിധിക്കുള്ളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. സമൂർത്ത ചിന്തനഘട്ടം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് ജീൻ പിയാഷെയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് തിയറിയാണ്. ആ ചൈൽഡ് ഡെവലപ്മെന്റ് തിയറിയിലെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ സമൂർത്ത ചിന്തനഘട്ടം എന്ന് പറയുന്നത് ഏത് പ്രായപരിധിയിൽ ഉൾക്കൊള്ളുന്നതെന്നാണെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ സി ആണ്, 7 മുതൽ 11 വരെ. 7 to 11 ഇയേഴ്സിലാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് പെടുന്നത്. അതിൽ ബർത്ത് ടു 2 ഇയേഴ്സ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. 2 to 7 ഇയേഴ്സ് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 11 to 15 ഇയേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന് ശേഷം വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 7 മുതൽ 11 വരെയുള്ള പ്രായപരിധിയുടെ ഉള്ളിലാണ് ഉൾക്കൊള്ളുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയുടെ പേരെന്താണെന്നാണ്. ഇതും ജീൻ പിയാഷെയുടെ തിയറിയാണ്. മോഡിഫിക്കേഷൻ ഇൻ എക്സിസ്റ്റിംഗ് സ്കീമ ടു ഇൻക്ലൂഡ് ന്യൂ ഇൻഫർമേഷൻ. പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ ഡി. നാലാമത്തത് ഓപ്ഷൻ ഡി ആണ്, അധിനിവേശം അല്ലെങ്കിൽ എന്താണ്, അക്കോമഡേഷൻ. അപ്പൊ നാലാമത്തതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, അക്കോമഡേഷൻ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബോധന തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത്? താഴെ തന്നിരിക്കുന്നവയിൽ ടീച്ചിങ്ങിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ റോൾ പ്ലേ, ഓപ്ഷൻ നമ്പർ ബി നാടകീകരണം, ഓപ്ഷൻ നമ്പർ സി ബ്രെയിൻ സ്റ്റോമിംഗ്, ഓപ്ഷൻ നമ്പർ ഡി കിൻഡർ ഗാർട്ടൻ. അപ്പൊ അഞ്ചാമത്തതിന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ ഡി ആണ്, കിൻഡർ ഗാർട്ടൻ. ഇനി ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു കുട്ടിയുടെ പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന നിർണായകമായ ഘടകം? ഒരു കുട്ടിയുടെ അച്ചീവ്മെന്റിനെ അല്ലെങ്കിൽ പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന നിർണായകമായ ഘടകം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ നമ്പർ എ ബുദ്ധി, ഓപ്ഷൻ നമ്പർ ബി താല്പര്യം, ഓപ്ഷൻ നമ്പർ സി മനോഭാവം, ഓപ്ഷൻ നമ്പർ ഡി പഠനശൈലി. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നമ്പർ എ ബുദ്ധിയാണ് ആൻസർ. ഇന്റലിജൻസ് ആണ് ഒരു കുട്ടിയുടെ അച്ചീവ്മെന്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇനി ഏഴാമത്തെ ചോദ്യം, ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ നമ്പർ എ BF സ്കിന്നർ, ഓപ്ഷൻ നമ്പർ ബി ഇവാൻ പാവ്ലോ, ഓപ്ഷൻ നമ്പർ സി ജീൻ പിയാഷെ, ഓപ്ഷൻ നമ്പർ ഡി വില്യം ജെയിംസ്. അതിന്റെ ഉത്തരം ഓപ്ഷൻ നമ്പർ സി ജീൻ പിയാഷെ ആണ്. കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതി വാദവുമായി ബന്ധപ്പെട്ട ആളെന്ന് പറയുന്നത് ജീൻ പിയാഷെ ആണ്, ഓപ്ഷൻ നമ്പർ സി. ഇനി എട്ടാമത്തെ ചോദ്യം, പ്രവർത്തിച്ചു പഠിക്കുക എന്ന ആശയം താഴെ പറയുന്ന ഏത് ബോധന രീതിയിൽ ഉൾച്ചേർന്നിരിക്കുന്നു? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ഏത് ടീച്ചിങ് മെത്തേഡിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൊജക്റ്റ് രീതി, ഓപ്ഷൻ ബി ലെക്ചർ രീതി, ഓപ്ഷൻ സി നേരിട്ടുള്ള ബോധനം, ഓപ്ഷൻ ഡി സംവാദ രീതി. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രൊജക്റ്റ് രീതി. ഇനി ഒമ്പതാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? അതിൽ ഒന്നാമത്തെ പ്രസ്താവന,
വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. മെച്ചുറേഷനെയും ലേണിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വളർച്ച വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ല എന്നും വരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച ചിലപ്പോൾ ഗ്രോത്ത് ചിലപ്പോൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വളർച്ച വ്യക്തിയുടെ സമഗ്രമായ മാറ്റമാണ്. ഒരു ആളില് ഒരു ഓവറോൾ ചേഞ്ച് ഉണ്ടാക്കാൻ വളർച്ചക്ക് സാധിക്കും, അല്ലെങ്കിൽ ഗ്രോത്തിന് സാധിക്കും. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, വളർച്ച ഗുണാത്മകമാണ്. വളർച്ച ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സാധനമാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റായി വരുന്നതെന്നാണ്. അതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. ഗ്രോത്ത് എന്താണ്? ചിലപ്പോൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കില്ല. അപ്പോൾ 9ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി. ഇനി 10ാമത്തെ ചോദ്യം, വളരെ സാർവത്രികമായി കണ്ടുവരുന്ന വികാസപരമായ വൈകല്യം ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബുദ്ധി വൈകല്യം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഓപ്ഷൻ ബി കാഴ്ച വൈകല്യം അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ്. ഓപ്ഷൻ സി ശ്രവണ വൈകല്യം അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഓപ്ഷൻ ഡി കായിക ചലനപര വൈകല്യം ലോക്കോമോട്ടർ ഡിസബിലിറ്റി. അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. മോസ്റ്റ് കോമൺ ആയി കണ്ടുവരുന്ന ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്. അപ്പോൾ ഓപ്ഷൻ എ ബുദ്ധി വൈകല്യം. ഇനി 11ാമത്തെ ചോദ്യം, കുട്ടികളിലെ നൈതിക വികാസം സംബന്ധിച്ച പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര്? കുട്ടികളിലുള്ള മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആരാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എറിക് എറിക്സൺ. ഓപ്ഷൻ ബി BF സ്കിന്നർ. ഓപ്ഷൻ സി ലോറൻസ് കോൾബർഗ്. ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. സോ ആൻസർ എന്ന് പറയുന്നത് ലോറൻസ് കോൾബർഗ് ആണ്. മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നൈതിക വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ളത് കോൾബർഗ് ആണ്. ഓപ്ഷൻ സി ലോറൻസ് കോൾബർഗ്. ഇനി 12ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്, ഒരു ഇൻഡിവിജ്വലില് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ, ഏതൊരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് എന്ത് ചോദ്യം. അതിന്റെ ഓപ്ഷൻ എ ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ. ഓപ്ഷൻ ബി കുട്ടിക്കാലം മുതൽ മരണം വരെ. ഓപ്ഷൻ സി കുട്ടിക്കാല പൂർവ്വകാലഘട്ടം മുതൽ കൗമാരം വരെ. ഓപ്ഷൻ ഡി ജനനപൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ, ഫ്രം പ്രീനാറ്റൽ സ്റ്റേജ് ടിൽ ഡെത്ത്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങി ആ കുട്ടീനെ വൂമ്പിൽ പ്രഗ്നന്റ് ആയിരിക്കുന്നത് മുതൽ അയാൾ മരിക്കുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇൻഡിവിജ്വലിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇനി 13ാമത്തെ ചോദ്യം, ക്രിയാഗവേഷണം നടത്തുന്നത്, ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് നടത്തുന്നത്, ഇതിന് ഏത് ഉദാഹരണത്തിലാണ് ആക്ഷൻ റിസർച്ച് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൽ എ എന്ന് പറയുന്നത് പാഠപുസ്തകം പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ഷൻ റിസർച്ച് നടത്തുന്നത്. എ പാഠപുസ്തകം പുതുക്കുന്നതിന്. ബി ക്ലാസ്സിലെ പെട്ടെന്നുള്ള പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്. സി പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിന്. ഡി സമീപ രേഖ വികസിപ്പിക്കുന്നതിന്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലാസ്സിലെ പെട്ടെന്നുള്ള പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്. ഒരു ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുക നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലാസ്സിലെ പെട്ടെന്നുള്ള പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ക്രിയാഗവേഷണം നടത്തുന്നത്. ഇനി 14ാമത്തെ ചോദ്യം, ഒരു ഭൗതിക പ്രവർത്തനത്തിന് 3 തലങ്ങളുണ്ട്. ഉള്ളടക്കപരം, പ്രക്രിയാപരം, ഉൽപ്പന്നപരം. ബുദ്ധിയെ സംബന്ധിച്ച് ഈ ആശയം മുന്നോട്ട് വെച്ചതാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീന് 3 കമ്പോണൻസ് ആണ് വരുന്നത്. കണ്ടന്റ്, ഉള്ളടക്കപരം, പ്രക്രിയാപരം, ഓപ്പറേഷൻ, അതുപോലെ ഉൽപ്പന്നപരം, പ്രൊഡക്റ്റ്. ഈ ഒരു ഐഡിയയെ മുന്നോട്ട് വെച്ചത് ആരാന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എ ഗിൽഫോർഡ്, ഓപ്ഷൻ ബി സ്റ്റേൺബർഗ്, ഓപ്ഷൻ സി ചാൾസ് പിയർമാൻ, ഓപ്ഷൻ ഡി ഹൊവാർഡ് ഗാർഡനർ. അപ്പം അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ഗിൽഫോർഡ് ആണ്. JP ഗിൽഫോർഡ് ആണ് സ്ട്രക്ചറൽ തിയറി ഓഫ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ 3 ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി 15ാമത്തെ ചോദ്യം, ഒരു നഴ്സറി ടീച്ചർ സ്കൂളിൽ സംഘടിപ്പിക്കേണ്ടത്, ഒരു നഴ്സറി ടീച്ചർ ഒരു സ്കൂളിൽ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്താണെന്നാണ്. ഓപ്ഷൻ എ സംഘക്കളികൾ, ഗ്രൂപ്പ് ഗെയിംസ്. ഓപ്ഷൻ ബി കായിക പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യമുള്ള കളികൾ. ഓപ്ഷൻ സി പ്രകൃതിയുമായി ഇടപെടാനുള്ള അവസരമൊരുക്കുന്ന കളികൾ. ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞതെല്ലാം, ഓൾ ഓഫ് ദി അബവ്.
അപ്പോൾ 15ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് മേൽ പറഞ്ഞവയെല്ലാം ഓൾ ഓഫ് ദി അബവ് ആണ്. ഈ പറഞ്ഞ 3 രീതിയിലുള്ള പ്രവൃത്തികളും അല്ലെങ്കിൽ ഈ 3 രീതിയിലുള്ള കളികളും എന്താണ് ഒരു ടീച്ചർക്ക് നഴ്സറിയിൽ സംഘടിപ്പിക്കാം. ഇനി 16ാമത്തെ ചോദ്യം, നിങ്ങളുടെ ക്ലാസ്സിലെ പ്രതിപാദനനായ കുട്ടിയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന രീതി ഏത്? ഒരു ക്ലാസ്സിൽ ഒരു ഗിഫ്റ്റഡ് ചൈൽഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗിഫ്റ്റഡ് ചൈൽഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റഡി ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തത് പരീക്ഷണം, എക്സ്പെരിമെന്റ്. ഓപ്ഷൻ ബി ഏകവ്യക്തി പഠനം അല്ലെങ്കിൽ കേസ് സ്റ്റഡി. ഓപ്ഷൻ സി നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ. ഓപ്ഷൻ ഡി സർവേ. അപ്പം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഏകവ്യക്തി പഠനം അല്ലെങ്കിൽ കേസ് സ്റ്റഡി. ഒരു കുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീപ്പ് നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കേസ് സ്റ്റഡികൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഗിഫ്റ്റഡ് ചൈൽഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകവ്യക്തി പഠനം അല്ലെങ്കിൽ കേസ് സ്റ്റഡിയാണ് യൂസ് ചെയ്യുക. 17ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാഭ്യാസത്തിനു വേണ്ടി പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കുന്ന ദേശീയ സ്ഥാപനം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിനു വേണ്ടി നാഷണൽ കരിക്കുലം ഉണ്ടാക്കുന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് NCERT, ഓപ്ഷൻ ബി UGC, ഓപ്ഷൻ സി CBSE, ഓപ്ഷൻ സി SERT. അപ്പം നാഷണൽ അല്ലെങ്കിൽ ദേശീയ സ്ഥാപനമായതുകൊണ്ട് തന്നെ അതെന്താണ്, ഓപ്ഷൻ എ NCERT ആണ് നാഷണൽ രീതിയിൽ നമുക്ക് വേണ്ടിയുള്ള സ്കൂൾ കരിക്കുലംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇനി 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധമല്ലാത്ത ആശയം. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ തിയറികളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ മനോവിശ്ലേഷണം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. രണ്ടാമത്തത് അനുബന്ധനം അല്ലെങ്കിൽ കണ്ടീഷനിങ്. സി സ്വപ്ന വ്യാഖ്യാനം ഡ്രീം ഇന്റർപ്രിറ്റേഷൻ. ഡി പ്രതിരോധ തന്ത്രങ്ങൾ ഈഗോ ഡിഫൻസ് മെക്കാനിസംസ്. അപ്പം അതിന്റെ ഉത്തരം ബി ആണ്, കണ്ടീഷനിങ്, അനുബന്ധനം ആണ് ഉത്തരം. കണ്ടീഷനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അനുബന്ധനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവാൻ പാവ്ലോ ആണ്. മറ്റ് 3 സാധനങ്ങളും 3 തിയറികളും ഫ്രോയിഡ് പറഞ്ഞ തിയറികളാണ്. ഇനി 19ാമത്തത്, ബ്രൂണറുടെ സിദ്ധാന്ത പ്രകാരം ഒരു പഠിതാവ് ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്നത് വൈജ്ഞാനിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണെന്നാണ്. ബ്രൂണർ പറഞ്ഞിട്ടുള്ളത് ഈ വൈജ്ഞാനിക വികാസത്തിന്റെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ 3 സ്റ്റേജസുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ബിംബന ഘട്ടം, സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രതീകാത്മക ഘട്ടം. അപ്പം ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് പ്രവർത്തന ഘട്ടം, ഓപ്ഷൻ ബി ബിംബന ഘട്ടം, ഓപ്ഷൻ സി പ്രതീകാത്മക ഘട്ടം, ഓപ്ഷൻ ഡി സമൂർത്ത ചിന്തന ഘട്ടമാണ്. അപ്പം ഇതിനെന്ന് പറഞ്ഞാൽ പഠിതാവ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെവലപ്മെന്റ് നടക്കുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഓപ്ഷൻ സി പ്രതീകാത്മക ഘട്ടത്തിലാണ്, സിംബോളിക് സ്റ്റേജിലാണ്. നമ്മളുടെ ഈ എന്താണ് ഐക്കോണിക് സ്റ്റേജിൽ നമുക്ക് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുക. സിംബോളിക് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടി ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇനി 20ാമത്തെ ചോദ്യം, കേരളത്തിൽ ലോവർ പ്രൈമറി തലത്തിൽ നിലവിലുള്ള ഗ്രേഡിംഗ് രീതി ഏതാണെന്നാണ്. ഓപ്ഷൻ എ നേരിട്ടുള്ള ഗ്രേഡിംഗ്, ഓപ്ഷൻ ബി അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഓപ്ഷൻ സി നേരിട്ടല്ലാതെയുള്ള ഗ്രേഡിംഗ്, ഓപ്ഷൻ ഡി ആപേക്ഷിക ഗ്രേഡിംഗ്. ഈ ലോവർ പ്രൈമറി തലത്തിൽ നടക്കുന്നത് ഓപ്ഷൻ എ നേരിട്ടുള്ള ഗ്രേഡിംഗ്, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. ഇനി 21ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സഹകരണാത്മക പഠനത്തിന്റെ ഉൽപ്പന്നമല്ലാത്തത് ഏത്? കോപ്പറേറ്റീവ് ലേണിംഗിന്റെ പ്രൊഡക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അക്കാദമിക നേട്ടം, അക്കാഡമിക് ഗെയിൻ. ഓപ്ഷൻ ബി വ്യക്തിഗത തീരുമാനമെടുക്കൽ. ഓപ്ഷൻ സി സാമൂഹ്യ നൈപുണ്യം. ഓപ്ഷൻ ഡി വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തൽ. അപ്പൊ അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി സഹകരണാത്മക പഠനത്തിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് അല്ലാത്തത് വ്യക്തിഗത തീരുമാനമെടുക്കലാണ്. ബാക്കി 3ഉം ഈ ഒരു കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ഭാഗമാണ്. ഇനി 22ാമത്തെ ചോദ്യം, ഒരു പ്രത്യേക ബോധന രീതിയുടെ ഫലപ്രാപ്തിയുടെ മികവ് പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠന രീതി ഏത്? ഓപ്ഷൻ എ സർവേ രീതി, ഓപ്ഷൻ ബി കേസ് സ്റ്റഡി, ഓപ്ഷൻ സി നിരീക്ഷണ രീതി, ഓപ്ഷൻ ഡി പരീക്ഷണ രീതി. അപ്പം അതിന്റെ ഉത്തരം ഓപ്ഷൻ എ സർവേ രീതിയാണ്. 23ാമത്തെ ചോദ്യം, കുട്ടികളുടെ വൈകാരികത സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഇമോഷണാലിറ്റിയെ ബന്ധപ്പെടുത്തിയിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ വികാരങ്ങൾ തീവ്രമാണ്, ഇമോഷൻസ് ആർ ഇന്റൻസ്.
ഓപ്ഷൻ ബി വികാരങ്ങൾ ഹ്രസ്വമാണ്, ഇമോഷൻസ് ആർ ബ്രീഫ്. ഓപ്ഷൻ സി വികാരങ്ങൾ ക്ഷണികമാണ്, ഇമോഷൻസ് ആർ ട്രാൻസിറ്ററി. ഓപ്ഷൻ ഡി വികാരങ്ങൾ സ്ഥിരമാണ്, ഇമോഷൻസ് ആർ സ്റ്റേബിൾ. അപ്പം അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വികാരങ്ങൾ സ്ഥിരമാണ്, ഇമോഷൻസ് ആർ സ്റ്റേബിൾ. ഇമോഷൻസ് എന്തല്ല, സ്റ്റേബിൾ അല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇനി 24ാമത്തെ ചോദ്യം. വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ ക്ലാസ് റൂം പഠന രീതികൾ പൊതുവെ എന്തായിരിക്കും? ബിഹേവിയറിസ്റ്റ് ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കും. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അധ്യാപക കേന്ദ്രിതമായിരിക്കും. ഓപ്ഷൻ സി പ്രവർത്തനാധിഷ്ഠിതമായിരിക്കും. ഓപ്ഷൻ ഡി പ്രക്രിയാധിഷ്ഠിതമായിരിക്കും. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അധ്യാപിക കേന്ദ്രിതമായിരിക്കും. ടീച്ചർ സെന്റേർഡ് ആയിരിക്കും ബിഹേവിയറിസ്റ്റ് ക്ലാസ്സസ് ഒക്കെ. ഇനി 25ാമത്തെ ചോദ്യം. 1995 PWD ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത കുട്ടികൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ. ഓപ്ഷൻ ബി കാഴ്ച വൈകല്യമുള്ളവർ. ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർ. ഓപ്ഷൻ ഡി ശ്രവണ വൈകല്യമുള്ളവർ. അതിൽ PW ആക്ടിന്റെ പരിധിയിൽ വരാത്തത് 1995 PW ആക്ടിന്റെ പരിധിയിൽ വരാത്തത് ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവരാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം 26ാമത്തത്. +2 പരീക്ഷയിൽ പരാജയപ്പെട്ട വിനോദ് തന്റെ മൂത്ത സഹോദരൻ നേടിയ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. ഇവിടെ വിനോദ് അനുവർത്തിക്കുന്ന പ്രതിരോധ തന്ത്രം, ഫ്രൂയിഡ് പറഞ്ഞിട്ടുള്ള തിയറിയാണ് ഡിഫൻസ് മെക്കാനിസം. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എ പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ. ഓപ്ഷൻ ബി യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ. ഓപ്ഷൻ സി താതാത്മീകരണം അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ. ഓപ്ഷൻ ഡി നഷ്ടപരിഹരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ. ഇത് ഓപ്ഷൻ ഡി നഷ്ടപരിഹരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുന്ന സമയത്ത് അതിനെ സക്സസ്ഫുൾ സ്റ്റോറീസ് ഉപയോഗിച്ചുകൊണ്ട് ഓവർകം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 27ാമത്തെ ചോദ്യം. എല്ലാത്തരം നാനാത്വങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വിദ്യാലയ സംവിധാനം. എല്ലാത്തരം നാനാത്വങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വിദ്യാലയ സംവിധാനം ഏതാണെന്നാണ്. ഓപ്ഷൻ എ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി പ്രത്യേക വിദ്യാഭ്യാസം. ഓപ്ഷൻ സി ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി ബദൽ വിദ്യാഭ്യാസം. അതിന്റെ ഉത്തരം 27ാമത്തതിന്റെ ഉത്തരം ഓപ്ഷൻ സി ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ലേണിംഗ്. ഇനി 28ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിന്റെ സവിശേഷത അല്ലാത്തത്? വിദ്യാർത്ഥി കേന്ദ്രിത സമീപനം അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് അപ്രോച്ചിന്റെ പരിധിയിൽ വരാത്തത് ഏതാണെന്നാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കുട്ടികളുടെ സർഗാത്മകത പോഷിപ്പിക്കപ്പെടുന്നു. ഓപ്ഷൻ ബി വിലയിരുത്തൽ മിക്കപ്പോഴും ഒരു തുടർ പ്രക്രിയ ആയിരിക്കും. ഓപ്ഷൻ സി പഠന പ്രക്രിയക്ക് പ്രാധാന്യം നൽകുന്നു. ഓപ്ഷൻ ഡി പഠിതാക്കൾക്ക് ചർച്ചയ്ക്കും സംവാദത്തിനും സാധ്യതയില്ല. അപ്പം ലേണർ സെന്റേർഡ് അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പഠിതാക്കൾക്ക് ചർച്ചയ്ക്കും സംവാദത്തിനും സാധ്യതയില്ല. ഇനി 29. തന്നിരിക്കുന്നവയിൽ നിന്നും ജ്ഞാനനിർമ്മിതിവാദവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പഠന ബോധന തന്ത്രം തിരഞ്ഞെടുക്കുക. ജ്ഞാനനിർമ്മിതിവാദവുമായിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആയിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എ പിയർ ട്യൂട്ടറിംഗ്. ഓപ്ഷൻ ബി സഹകരണാത്മക പഠനം. ഓപ്ഷൻ സി അന്യോന്യമുള്ള ബോധനം. ഓപ്ഷൻ ഡി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഈ ഒരു കൺസ്ട്രക്റ്റിവിറ്റി പെർസ്പെക്റ്റീവായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബന്ധമുള്ളവയാണ്. ഇനി 30ാമത്തെ ചോദ്യം. സാമൂഹ്യ സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തിന് പറയാവുന്നത്. സാമൂഹ്യ സാംസ്കാരിക പ്രാതികൂല്യമുള്ള
കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തിന് പറയാവുന്നത്? ഓപ്ഷൻ എ നിർബന്ധിത വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി അനുപൂരക വിദ്യാഭ്യാസം, ഓപ്ഷൻ സി ത്വരിത പഠന പ്രക്രിയ, ഓപ്ഷൻ ഡി പോഷക പരിപാടികൾ. അപ്പം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി അനുപൂരക വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. അപ്പം ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഈ 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പം അതിന്റെ ആൻസർ ക്യൂ ഒക്കെ കൃത്യമായ രീതിയിൽ ഇത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു.